വോട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥിയുടെ ജാതിയോ മതമോ അന്വേഷിക്കുന്ന ഒരു രീതി നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിൽ ജാതിയും മതവും നോക്കി വോട്ട് ചെയ്യുന്നവരെ നിങ്ങൾക്കറിയാമോ? അതുമല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി വോട്ട് ചോദിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാഷ്ട്രീയത്തിൽ മതവും ജാതിയും കലർത്തുന്നത് ശരിയാണോ എന്നത് സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു വിഷയമാണ്. ഇതിനെ സംബന്ധിച്ച് പ്രധാനമായും 2 കാഴ്ചപ്പാടുകൾ നിലനിൽക്കുന്നുണ്ട്. ആദ്യം ജാതിയും മതവും രാഷ്ട്രീയത്തിൽ കലർത്തുന്നതിനെതിരെയുള്ള വാദങ്ങൾ പരിശോധിക്കാം. അതിലാദ്യം മതനിരപേക്ഷതയാണ്. ഇന്ത്യയെപ്പോലൊരു ജനാധിപത്യ രാജ്യത്ത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന പ്രധാന ആശയമാണ് മതനിരപേക്ഷത. രാഷ്ട്രീയം വികസനത്തിലും നയരൂപീകരണത്തിലും അധിഷ്ഠിതമായിരിക്കണം, അല്ലാതെ മതപരമായ വികാരങ്ങളിലല്ല. പല ജാതിയിലും മതത്തിലും നിലകൊള്ളുന്നവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട്. മറ്റൊന്ന് സാമൂഹിക വിഭജനമാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മതവും ജാതിയും ഉപയോഗിക്കുന്നത് ജനങ്ങൾക്കിടയിൽ വർഗീയതയും സ്പർദ്ധയും വളർത്താൻ കാരണമായേക്കാം. ഇത് സമൂഹത്തിൻ്റെ ഐക്യത്തെ തകർക്കുന്നു. രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്നും ജാതി മത വികാരങ്ങളിലേക്ക് ചുരുങ്ങാനും ജനങ്ങൾ അത്തരത്തിൽ പരസ്പരം നോക്കിക്കാണാനും അത് വഴിയൊരുക്കും. വേറൊന്ന് യഥാർത്ഥ പ്രശ്നങ്ങൾ തഴയപ്പെടുന്നു എന്നതാണ്. മതം ഒരു ചർച്ചാ വിഷയമാകുമ്പോൾ വിദ്യാഭ്യാസം, തൊഴിലില്ലായ്മ, ആരോഗ്യം, സാമ്പത്തിക വളർച്ച തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾ വിസ്മരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് ജനങ്ങൾക്കിടയിൽ നിരന്തരം അത്തരം വിഷയങ്ങളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. ഇനി നമുക്ക് മറുപക്ഷത്തുള്ളവരുടെ കാഴ്ചപ്പാട്, അതായത് രാഷ്ട്രീയത്തിൽ ജാതിയും മതവും കലർത്തുന്നത് അനുകൂലിക്കുന്നവരുടെ കാഴ്ചപ്പാട് പരിശോധിക്കാം. അതിലൊന്ന് അടിച്ചമർത്തപ്പെടുന്നവരുടെ ശബ്ദമാണ് എന്നതാണ്. ചരിത്രപരമായി പാർശ്വവൽക്കരിക്കപ്പെട്ട ജാതി വിഭാഗങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കാൻ ജാതി ഒരു രാഷ്ട്രീയ ഘടകമായി വരാറുണ്ട്. ഇത് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പോരാട്ടമായി ചിലർ കാണുന്നു. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം. മതങ്ങൾ പഠിപ്പിക്കുന്ന സ്നേഹം, നീതി തുടങ്ങിയ ഉന്നത മൂല്യങ്ങൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നത് നന്മയ്ക്ക് കാരണമാകുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇത് കാണുമ്പോൾ രാഷ്ട്രീയത്തിൽ ജാതിയും മതവും കലർത്തുന്നതും അതിനെ എതിർക്കുന്നതും തെറ്റല്ലല്ലോ എന്ന് തോന്നിയേക്കാം. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ മാത്രമാണ് ഈ ചൂണ്ടിക്കാട്ടിയത്. പൊതുവെ മതവും ജാതിയും വ്യക്തിപരമായ വിശ്വാസങ്ങളുടെ ഭാഗമാണ്. എന്നാൽ ഇവയെ അധികാരത്തിലെത്താനുള്ള ആയുധങ്ങളായി മാറ്റുന്നത് ജനാധിപത്യത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമല്ല എന്നാണ് ഭൂരിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. വോട്ടുകൾക്ക് വേണ്ടി വിദ്വേഷം പടർത്തുന്നത് തടയേണ്ടത് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. നിയമം പരസ്യമായി ജാതിയും മതവും പറഞ്ഞുള്ള രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ പലരും അത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതായി കാണാൻ സാധിക്കും. വിശ്വാസത്തെ ഒരു തുറുപ്പുചീട്ടായി കണ്ട് വാഗ്ദാനങ്ങൾ നൽകുന്നത് അത്തരത്തിൽ വിശ്വാസത്താൽ ദുർബലരായ ജനങ്ങളെ സ്വാധീനിച്ചേക്കാം. അത് നാടിനും ജനത്തിനും ശരിക്കും ആവശ്യമായ കാര്യങ്ങളെക്കാൾ തങ്ങളുടെ ജാതി, മതം, ദൈവം തുടങ്ങിയ കാര്യങ്ങളുടെ വളർച്ചയാണ് അനിവാര്യമെന്ന ഒരു ചിന്തയിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ കലർത്തുന്നതിൽ കൃത്യമായ നിയന്ത്രണം വേണം എന്ന കാര്യത്തിൽ തർക്കമില്ല.